ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ പരമ്പര ആരംഭിച്ചിരിക്കുകയാണ് ഈ പുഴയും കടന്ന്. ഇതിന്റെ വിശേഷങ്ങളും ഇന്നു മുതൽ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കുവേ. നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പൊ ഗംഗ അടുക്കളയിൽ നിന്ന് ചായ എടുക്കാം. അപ്പൊ അടുത്ത് തന്നെ വിനീത് നിൽക്കുന്നുണ്ട്. അപ്പൊ വിനീത് ഗംഗയോട് ചോദിക്കും, മാമ വന്ന സ്ഥിതിക്ക് ഉടനെ തന്നെ ഗംഗയുടെ കല്യാണം ഉണ്ടാകും അല്ലേ, നമ്മുടെ കാര്യം സംസാരിക്കാൻ എന്നാ ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ഗംഗയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ലേ. എന്റെ കല്യാണം നടത്തും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വരന്റെ സ്ഥാനത്ത് വിനീതേട്ടനായിരിക്കും എന്ന് എപ്പോഴെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗംഗ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ വിനീതിന് സങ്കടം വരിക. ഇതെന്താ ഗംഗ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് മാമനെ കാണാൻ എന്ന് പറയാം. ഈ സുജാതാപ്പച്ചിക്ക് ഇത് എന്ത് പറ്റി? പ്രായമായ സ്ത്രീയല്ലേ, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് എപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാ വിനീതേട്ടൻ എന്ന് പറഞ്ഞ് ഗംഗ ഉണ്ടാക്കി ചായ എടുത്തോണ്ട് പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ വിനീതിന് ഒത്തിരി സങ്കടമാവുക. വിനീതിന് ഗംഗേനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഗംഗയ്ക്ക് അങ്ങനൊരു താല്പര്യം വിനീതിനോടില്ല. അതേസമയം സുജാത, നമ്മുടെ ഗംഗയുടെയൊക്കെ അപ്പച്ചി സുജാത ഇങ്ങനെ വരുന്ന വഴിക്ക് കുടുംബശ്രീക്ക് പോയിട്ട് വരുന്ന കുറെ സ്ത്രീകളെ കാണും. അപ്പൊ സുജാതയെ കാണുമ്പം അവരിങ്ങനെ പരസ്പരം പറയും, സുജാതയാണല്ലോ വരുന്നത്. അപ്പം വേറൊരു പെണ്ണ് പറയും, അരവിന്ദേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ലേ, കാണാൻ പോകുന്ന പോക്കായിരിക്കും എന്ന് പറയാം. അപ്പൊ അവരെല്ലാവരോടും കൂടി സുജാതയോട് പറയും, സുജാതയെ നീ നിന്റെ ചേട്ടന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? ഇപ്പോഴാണെങ്കിൽ വന്നിട്ട് ഗൾഫിലെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരിക്കുള്ളൂ, നീ പെട്ടെന്ന് ചെല്ല, നിനക്കുള്ളതും വേഗം നിനക്ക് എടുക്കാം എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് ഇങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ കടന്നു പോകാൻ എന്ന പെണ്ണുങ്ങളുടെ എല്ലാം കയ്യിൽ ഓരോരോ സാധനങ്ങളുണ്ട്, തേങ്ങയും മാങ്ങയും ചക്കയും അങ്ങനെയൊക്കെ. അപ്പൊ സുജാത അവരോട് ചോദിക്കും, അല്ല നിങ്ങളെല്ലാവരും കൂടി ഇത് എവിടെ പോയിട്ട് വന്നതാ? ഞങ്ങൾ കുടുംബശ്രീക്ക് പോയതാ. നീ എന്താ സുജാത ഇന്ന് വരാതിരുന്നത്? നീ നിന്റെ ചേട്ടൻ വന്നതുകൊണ്ടായിരിക്കും അല്ലേ ഇന്ന് വരാത്തത്. ഇനിയിപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കുടുംബശ്രീക്കൊക്കെ വരേണ്ട കാര്യം നിനക്കുണ്ടോ? നിന്റെ ചേട്ടൻ ഗൾഫിലൊക്കെ അല്ലേ, ഇഷ്ടം പോലെ സമ്പത്തും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലേ ഞങ്ങളുടെ കൂടെ ഒന്ന് നീ ഇപ്പൊ വരാത്തത് എന്ന് സുജാതയെ ഒന്ന് കുത്തി ചോദിക്കും. ഇന്ന് കുടുംബശ്രീ ഖദീജത്താടെ വീട്ടിലായിരുന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ സുജാത, അവിടെ വെച്ചിട്ടായിരുന്നു, ഞങ്ങൾ അവിടെ പോയിട്ട് വരുന്ന വഴിയാ എന്ന് ആ സ്ത്രീകൾ പറയേ. അതിനെന്തിനാ നിങ്ങൾ ഈ വഴിക്ക് വരുന്നത്? ഇതാ ജർമ്മൻകാരൻ്റെ സ്ഥലത്തു കൂടി നിങ്ങൾ കടന്നു വന്നതല്ലേ എന്ന് ചോദിക്കാം. വെറുതെ ഒന്നും അല്ലല്ലേ കടന്നു വന്നിരിക്കുന്നത്. ആ പറമ്പിലെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അല്ല, ഇതൊക്കെ അത്ര നല്ല ശീലമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ആ പെണ്ണുങ്ങൾ പറയും, അതെന്ത് വർത്തമാന സുജാത നീ ഈ പറയുന്നത്? നിന്റെ അവസ്ഥയാണോ ഞങ്ങൾക്കൊക്കെ ഉള്ളത്? എൻ്റെ എന്തവസ്ഥ? എൻ്റെ ചേട്ടൻ 19ാമത്തെ വയസ്സ് ഗൾഫിന് പോയതാ. ഞാനേ വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയായതാ. ഇന്നേ വരെ ഈ സുജാത അന്തസ്സായിട്ട് പണിയെടുത്താ എൻ്റെ കുടുംബത്തെയും എൻ്റെ മോനെയും നോക്കിയത്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് 1 രൂപയുടെ സഹായം ചോദിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെ കരക്കാരുടെ പറമ്പിൽ നിന്ന് തേങ്ങയും മാങ്ങയും ഒന്നും മോഷണം എടുത്തിട്ടില്ല എന്ന് പറയൂട്ടോ. അപ്പോഴത്തേക്കും അത് കേൾക്കുന്ന സ്ത്രീകൾ പറയും, നീ എന്ത് വർത്തമാനം സുജാത ഈ പറയുന്നത്? ഇതൊന്നും ഞങ്ങൾ മോഷ്ടിച്ചത് അല്ല. ആ പറമ്പിൽ വെറുതെ കിടന്ന് ചീഞ്ഞു പോകുന്ന സാധനങ്ങളല്ലേ, അവരാണ് ഇവിടെ ഇല്ല. ആരും നോക്കാനും ഇല്ലാതെ അനാഥമായി കിടക്കുന്ന പറമ്പ്. അവിടെ കയറി 2 ചക്കയും മാങ്ങയൊക്കെ എടുക്കുന്നതെന്നും കരുതി ആർക്ക് എന്ത് നഷ്ടം വരാനാ? വെറുതെ പോകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഓരോന്നെടുത്തത്. ഞങ്ങളുടെ 2 കൈയും ഫ്രീയാ, എടുത്തുകൊണ്ട് വരാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ട് പിടിക്കാൻ നടക്കുക കേട്ടോ എന്ന് പറഞ്ഞ സുജാത അങ്ങോട്ട് പോവാം. അത് കാണുമ്പോൾ ആ സ്ത്രീകൾ പറയും, കണ്ടില്ലേ അവളുടെ ഒരു ഗമ? അവളോട് കൂടുതൽ മിണ്ടാൻ നിൽക്കാത്തതാ നല്ലത്. അവളുടെ നാക്കേ നമുക്കൊന്നും പിടിച്ച് കിട്ടാൻ പറ്റത്തില്ല, അതുപോലത്തെ നാക്കാ പെണ്ണിൻ്റെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് കേട്ടോ. അതേസമയം അരവിന്ദനാണ് തൻ്റെ റൂമിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നതല്ലേ, അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പഴയ റേഡിയോ ഇരിപ്പുണ്ടായിരുന്നേ. അതൊക്കെ ഒരു വിധത്തിൽ വർക്ക് ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് പഴയ പാട്ടുകളൊക്കെ കേൾക്കും കേട്ടോ. അതൊക്കെ കേട്ടുകൊണ്ട് ഓരോ ഓർമ്മകളൊക്കെ അയവിറക്കി അരവിന്ദൻ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ശാരദ അങ്ങോട്ട് വരിക. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ശാരദ ചോദിക്കും, അല്ല അരവിന്ദേട്ടൻ ഈ റേഡിയോ ശരിയാക്കി എടുത്തോ? പിന്നല്ലാതെ, ഞാൻ തൊട്ടപ്പോൾ തന്നെ അത് ശരിയായി. ഞാൻ ഈ സാധനത്തിലൊന്നും തൊടാൻ പോകുന്നേ ഇല്ല എന്ന് അപ്പം ശാരദ പറയും, ഞാനും ഈ റേഡിയോയും ഒക്കെ ആൻറ്റിക് പ്ലേസ് ആണെന്നാ നമ്മുടെ മക്കൾ പറഞ്ഞേ. എന്തു പ്ലേസ്? ആൻറ്റിക് പ്ലേസ്. അങ്ങനെ എന്തോ അവർ പറയുന്നേ എന്ന് പറയും. എൻ്റെ പൊന്ന് ശാരദേ, ആൻറ്റിക് പ്ലേസ് അല്ല, ആൻറ്റിക് പീസ് എന്ന് വെച്ചാൽ പുരാവസ്തു എന്നാണ് അതിനർത്ഥം എന്ന് പറയേ. നമ്മളൊക്കെ പുരാവസ്തു, ഇവരൊക്കെ വലിയ ആൾക്കാർ. അരവിന്ദേട്ടൻ്റെ മക്കളൊക്കെ പിന്നെ ഭയങ്കര വലിയ ആൾക്കാരാണല്ലോ എന്ന് പറയണം. അല്ല, എന്നിട്ട് ഈ ഭയങ്കരൻ ആളെന്താ ഇപ്പോഴും ഈ കണ്ണൂർ ഭാഷ പറയുന്നത്? അല്ലാതെ നല്ല മലയാളത്തിൽ ഇപ്പോഴും അരവിന്ദേട്ടൻ സംസാരിക്കില്ലല്ലോ എന്ന് പറയാം. നീ എൻ്റെ കണ്ണൂർ ഭാഷ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട.
മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ് ഞങ്ങളുടെ ഈ കണ്ണൂർ ഭാഷ. വളരെ നല്ല മനസ്സുള്ളവരാ കണ്ണൂരിലുള്ളവർ. അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവത്തില്ല. ഒന്ന് പോ എൻ്റെ അരവിന്ദേട്ടാ, എനിക്കെല്ലാം മനസ്സിലാകും എന്ന് പറയാണ്. അല്ല അരവിന്ദേട്ടൻ ഇപ്പോഴും ഉണ്ടോ ഈ പാട്ട് കേൾക്കുന്ന രോഗം എന്ന് പറയാം. ഇതൊരു രോഗമല്ല എൻ്റെ സുജാതെ, ഇത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. നിനക്കൊരു കാര്യം അറിയാവോ, നമ്മൾ ഈ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സംഗീതം. നമ്മുടെ കൂടെ തന്നെ വന്നോളും. ദേവരാജൻ മാഷും വയലാറും എല്ലാവരും. ഞങ്ങൾ അവിടെ റൂമിലിരുന്ന് പാട്ട് കേൾക്കും. ഞങ്ങളുടെ കൂടെ ഒരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ പോലത്തെ സൗണ്ടാണ്. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയേറെ സന്തോഷം നൽകുന്ന സൗണ്ടാണ്. ഓഹോ, അപ്പം നിങ്ങൾ ഗൾഫിൽ പോയി ഇരുന്ന് ഓരോ പെണ്ണുങ്ങളെ ആലോചിച്ചിരിക്കുമായിരുന്നു അല്ലേ മനുഷ്യ എന്ന് ശാരദ ചോദിക്കും. അതെ, ഞാൻ ഈ ലോകത്ത് ഒരു പെണ്ണിനെ പറ്റി മാത്രമേ സ്വപ്നം കാണാറുള്ളൂ. ആ ഒരു പെണ്ണാ എൻ്റെ ഈ പൊട്ടി ഭാര്യ, എൻ്റെ ശാരദ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ശാരദ അങ്ങ് നാണിച്ച് നിൽക്കുവാണേ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് യമുന അങ്ങോട്ട് വരുക. അതേ അച്ഛാ, അച്ഛനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്തോരം നിർബന്ധിച്ചും വീട്ടിലേക്ക് കയറുന്നില്ല. അച്ഛൻ തന്നെ വന്ന് കൂട്ടിയാലേ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറയും കേട്ടോ. അപ്പം യമുന അയോട് ചോദിക്കും, അതാരാ അങ്ങനെ ഒരാൾ മോളെ എന്ന് ചോദിക്കൂ. അതെന്തായാലും അച്ഛൻ പോയി നോക്ക്, അച്ഛൻ അത്ര സ്പെഷ്യലായിട്ടുള്ള ഒരാളാ എന്ന് യമുന പറയേ. അപ്പം അമ്മയും അച്ഛനും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പോൾ യമുന പെട്ടെന്ന് നോക്കുമ്പം പാട്ടൊക്കെ വെച്ച് അച്ഛനും അമ്മയും അവരുടേതായ ഒരു നിമിഷങ്ങൾ ചിലവഴിക്കുമായിരുന്നു യമുനയ്ക്ക് മനസ്സിലാവും കേട്ടോ. താൻ പെട്ടെന്ന് കയറി വന്ന് അവരുടെ സന്തോഷ നിമിഷങ്ങൾ നശിപ്പിച്ചല്ലോ എന്നൊരു കുറ്റബോധം യമുനയ്ക്ക് ഉണ്ടാവുകയാണേ. അപ്പം അവർ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം കാണുന്നത് വേറെ ആരുമല്ല, സുജാത അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ സുജാതയെ കാണുമ്പോൾ അരവിന്ദ് ചോദിക്കും, നിനക്ക് ഈ വീട്ടിലേക്ക് കയറി വരാൻ ആരെങ്കിലും ആനയിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ സുജാതെ? നിനക്ക് എപ്പോൾ വേണേലും ഇങ്ങോട്ട് കയറി വരത്തില്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയമ്മയും പറയും, അതെ എൻ്റെ പൊന്നെ, നിനക്ക് കയറി വന്നൂടെ, ഇത് നിൻ്റെയും കൂടി വീടല്ലേ സുജാതെ, ഇനി ഞങ്ങളെല്ലാവരും വന്ന് നിന്നെ ആനയിച്ചാലേ നീ ഇങ്ങോട്ട് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് എന്ന് പറയും. അമ്മയൊന്നും പറയണ്ട, അല്ലേലും അമ്മയ്ക്ക് ഈ ലോകത്ത് മകനും മരുമോളും കഴിഞ്ഞിട്ടുള്ളേ ഈ സ്വന്തം മോള് പോലും ഉള്ളൂ. എന്നോട് അമ്മയ്ക്ക് ശരിക്കും സ്നേഹമൊന്നും ഇല്ലെന്നേ എനിക്കറിയാം എന്ന് പറയേ. അപ്പം അത് കേൾക്കുന്ന ശാരദ പറയും, ദേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും എന്നെ പിടിച്ചിടരുത്, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോൾ സുജാത പറയും, നീ കൂടുതലൊന്നും പറയണ്ട, ഇവിടെ നിൻ്റെ അരവിന്ദേട്ടൻ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെയൊക്കെ സഹായിക്കാൻ, അത് നിങ്ങളാരും മറക്കരുത് എന്ന് അപ്പം പറയും സുജാത. അപ്പം പെട്ടെന്ന് അരവിന്ദ് അങ്ങോട്ട് വന്ന് പറയും, ഞങ്ങളൊന്നും മറന്നിട്ടില്ല എൻ്റെ സുജാത, നിൻ്റെ കൂടെ ആരില്ലെങ്കിലും ഈ അരവിന്ദേട്ടൻ കാണുമെന്ന് നിനക്ക് സംശയമൊന്നും ഇല്ലല്ലോ, നീ നിൻ്റെ ഏട്ടനെ കാണാൻ വന്നതല്ലേ, എന്നിട്ട് ഇവിടെ വന്നിരുന്നിങ്ങനെ വഴക്ക് കൂടുവാണോ ചെയ്യണ്ടേ, അകത്തേക്ക് കയറി വാ എൻ്റെ പെണ്ണെ എന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ നവീനാണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കാവേരിയുടെ ഫോട്ടോ ഒക്കെ എടുത്തതൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം പെട്ടെന്ന് നവീൻ്റെ അമ്മ വന്ന് ചോദിക്കും, നീ ഇതെന്താ ഈ നോക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അത് ഞാനൊരു ഫോട്ടോ നോക്കിയതായിരുന്നു. ഇത്തവണ നിൻ്റെ ക്യാമറ പതിഞ്ഞത് എന്ത് ഫോട്ടോയാ? വല്ല കാക്കയുടെയോ പൂച്ചയുടെയോ ഒക്കെ ഫോട്ടോ ആയിരിക്കും, അല്ല വല്ല കിളികളും. ഇതൊരു കിളിയാണ് അമ്മ, ഇത് നോക്കിക്കേ, ഇതേതാ ഈ പെണ്ണ് മരത്തിൽ കയറി നിൽക്കുന്നേ, ഇത് മരമല്ല എൻ്റെ അമ്മേ, ഇത് വഴുക്കമര മത്സരമാണ്. ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വഴുക്കമര മത്സരത്തിൽ ഒരു പെൺകുട്ടി വിജയിക്കുന്നത്, അത് ഈ കുട്ടിയാണ്. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഇന്ന കാലത്ത് എന്താ ചെയ്യുന്നത്? ഇന്നത്തെ പെൺകുട്ടികളൊക്കെ നല്ല ആക്റ്റീവാ അമ്മേ, അല്ലാതെ അടക്കോ ഒതുക്കമുള്ള പെൺകുട്ടികളെയൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ട. എന്നാൽ എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളെ തന്നെ ഇഷ്ടം. എൻ്റെ മോളങ്ങാനും ആയിരുന്നു ഇതെങ്കിൽ അടക്കി ഒതുക്കി ഞാൻ വളർത്തിയാനെ. ഇങ്ങനെ കണ്ട മരം കയറാനും ആണുങ്ങളുടെ കൂടെ കുത്തിമറിയാനും ഒന്നും ഞാൻ ഒരിക്കലും പെൺകുട്ടികളെ ഇങ്ങനെ വിടാൻ അനുവദിക്കില്ല. അതേ ചെറുക്ക, മര്യാദയ്ക്ക് നീ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി പോവാണ്. അന്നേരം നവി മനസ്സിൽ പറയാ, എൻ്റെ മനസ്സിൽ പതിഞ്ഞ നിൻ്റെ ഫോട്ടോ ഞാൻ എങ്ങനെയാ പെണ്ണെ ഡിലീറ്റ് ചെയ്യുന്നത്? ക്യാമറയിലെ ഫോട്ടോ വേണമെങ്കിൽ അമ്മേനെ ബോധിപ്പിക്കാൻ ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയണേ കേട്ടോ. അപ്പം നവീൻ്റെ മനസ്സിൽ മുഴുവനും നമ്മുടെ കാവേരി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം അപ്പച്ചിയൊക്കെ വന്ന് സംസാരിച്ച ശേഷമാണെങ്കിൽ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയല്ലോ. അപ്പോൾ കാവേരി മാറി നിൽക്കുന്ന യമുനേനെ ശ്രദ്ധിക്കുക. അപ്പോൾ യമുനോട് ചോദിക്കും, ഇതെന്താ പെണ്ണെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്, നിനക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അതൊരു പ്രശ്നമുണ്ട് ചേച്ചി. എന്തു പ്രശ്നം എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാം. വേറൊന്നുമല്ല, അമ്മയും അച്ഛനും കൂടി സംസാരിച്ച് നിന്നതിൻ്റെ ഇടയ്ക്കാണ് താൻ പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നെന്നുള്ള കാര്യം കാവേരിയോട് പറയാം. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പം നമ്മൾ അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ സുജാത അപ്പച്ചിയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കാം. എന്തിന് കെട്ടുതാലി വിറ്റ് അച്ഛനെ ഗൾഫിനയച്ച കഥ വരെ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് നീ അകത്തോട്ട് വാ, നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, അവർക്കുള്ള നല്ലൊരു സന്ദർഭം നമുക്ക് ഒരുക്കി കൊടുക്കാം. ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്ന് കാവേരി യമുനയോട് ചോദിക്കും. അപ്പോൾ യമുന പറയും, ശരി അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞ് എല്ലാവരോടും അകത്തോട്ട് പോവാണ് കേട്ടോ.
അതേസമയം രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവീൻ്റെ വീട്ടിൽ നവീനാണ് കഥകളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥകളി കാണുമ്പം പോലും അവിടെ കല്യാണ സൗഗന്ധികം കേട്ടോ കഥകളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും വരുമ്പം നമ്മുടെ നവീൻ്റെ മനസ്സിലേക്ക് അവിടെ കാണുന്നത് കാവേരിനെയാണ്. കാവേരിയും നവീനും ഒത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങളും മനോഹരമായ നിമിഷങ്ങളൊക്കെ നമ്മുടെ നവീൻ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നവീൻ്റെ അമ്മ വരുന്നത്. എടാ നീ ഇവിടെ എന്തും കണ്ടുകൊണ്ടിരിക്കുക, നിനക്ക് ഈ കഥകളി കണ്ടിട്ട് വല്ലോ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കും. അമ്മ എന്ത് വർത്തമാനം ഈ പറയുന്നത്, എത്ര മനോഹരമാണ് നോക്ക്, ഇതേ കല്യാണ സൗഗന്ധികമാണ്. എന്ത് സൗഗന്ധികമാണെങ്കിലും എനിക്കെല്ലാം ഒരുപോലെയാണ് തോന്നുന്നത്, എനിക്കിതൊന്നും മനസ്സിലാവത്തുമില്ല. പിന്നെ ഗസ്റ്റുകൾക്ക് ഇത്തവണ കഥകൾ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരെ അങ്ങ് കലാഗ്രാമത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ. വലിയ കലാകാരന്മാരാ, പക്ഷെ ഭയങ്കര പൈസയാ എന്ന് പറയൂ കേട്ടോ. അമ്മേ അത് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ കഥയാ ഇവിടെ നടക്കുന്നത്. ദ്രൗപദിയും അതുപോലെ ഭീമൻ്റെയും കഥയാ അത്. അത്ര മനോഹരമാ എന്നൊക്കെ പറയാം. എനിക്കിതൊന്നും മനസ്സിലാവത്തില്ല. അല്ലടാ നീ ഇപ്പം എന്താ ഈ ആലോചിക്കുന്നേ, നിനക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയി, ഇനിയും നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ നവീൻ കേൾക്കുന്നില്ല കേട്ടോ. നവീൻ്റെ മനസ്സിലേക്ക് കാവേരിയൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയും, നമ്മുടെ ശങ്കരനാരായണനില്ലേ, അദ്ദേഹത്തിൻ്റെ മകളെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താ? നല്ല കുട്ടിയാണ്, ഞാൻ കാണുകയും ചെയ്തു. രേണു എന്നാ പേര്, അതിസുന്ദരി. അതുമാത്രമല്ല അവൾ പഠനം കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പിന് ഏതോ കമ്പനി കുറച്ചു കാലം ജോലി ചെയ്തു എന്നതൊഴിച്ചാൽ വേറെ ജോലിക്കൊന്നും പോകുന്നുമില്ല. എനിക്ക് മടുത്തടാ, ഇതെല്ലാം ഒറ്റയ്ക്ക് കൊണ്ടു നടന്ന് മടുത്തു. ആ കുട്ടി ഇങ്ങോട്ട് വരുവാണേ എനിക്കൊരു സഹായവും ആകും. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയാണ്, നിനക്ക് നന്നായിട്ട് ചേരും. ഞാൻ എൻ്റെ മരുമോൾക്ക് മനസ്സിൽ കണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയാണ് രേണു എന്ന് പറയാം. നമുക്ക് പോയി കാണാം അല്ലേ മോനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരിയാണ് കേട്ടോ നമ്മുടെ നവീൻ്റെ മനസ്സിൽ. അപ്പോൾ കാവേരി പറയും കാണണം എന്ന് പറയാം. അപ്പം നവീൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. അത് കേൾക്കുന്ന അമ്മ വിചാരിക്കും നവീൻ സമ്മതം പറഞ്ഞതാണെന്ന്. നിന്റെ സമ്മതം കിട്ടിയല്ലോ, ഇനി ഇതെന്തായാലും നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമുക്ക് ഉടനെ തന്നെ പോകാം എന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അപ്പോൾ വീണ്ടും നവീൻ്റെ മനസ്സിലേക്ക് ഇവരെല്ലാം ഒരുമിച്ചുള്ള കാവേരിയുമായിട്ട് ഒരുമിച്ചുള്ള സുന്ദര നിമിഷങ്ങളൊക്കെ കടന്നിങ്ങോട്ട് വരികയാണ് കേട്ടോ. അതും ആലോചിച്ചുകൊണ്ടിരിക്കുക. നിന്നെ സ്വപ്നം കണ്ട് എത്ര നാൾ ഞാനിങ്ങനെ നടക്കണം എൻ്റെ കാവേരി മോളെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അതേസമയം കാവേരിയുടെ വീട്ടിൽ ഗംഗയും കാവേരി യമുനയും കൂടി അമ്മേനെയാണെങ്കിൽ ഒരുക്കുവാണ്. നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരുക്കുക. അപ്പം അമ്മ ചോദിക്കും, ഇത് എന്ത് പറ്റിയിട്ട് നിങ്ങൾക്ക് ഈ പാതിരാത്രി ഞാൻ എന്തിനാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അല്ല നിങ്ങളാരും ഒരുങ്ങിയിട്ടും ഇല്ലല്ലോ. അത് വേറൊന്നും അല്ലമ്മേ, നമുക്കേ അച്ഛൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മാത്രം ഒരുങ്ങിയാൽ മതിയോ, നിങ്ങളാരും ഒരുങ്ങുന്നില്ലേ എന്ന് ശാരദ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പം കാവേരി പറയും, ഞങ്ങളും ഒരുങ്ങും, ആദ്യം അമ്മേനെ ഒരുക്കാം, എന്നിട്ട് ഞങ്ങളും നല്ല സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി വരാന്നേ. അമ്മ ഇപ്പോൾ ആദ്യം ഒരുങ്ങ, ദേ ഈ മുല്ലപ്പൂവും കൂടി വെച്ചോ എന്നും പറഞ്ഞ് ഗംഗയാണെ അമ്മയുടെ തലയിലോട്ട് മുല്ലപ്പൂവും കൂടി വെക്കും. എൻ്റെ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെ ഈ രാത്രിയിൽ എന്തിനാ കുളിപ്പിച്ചേ? രാത്രി തല നനച്ച് കുളിച്ചാലേ എനിക്ക് നീരിറങ്ങും, എന്നിട്ട് ജലദോഷം പിടിക്കും, നാളെ ഇനി കണ്ടോ വല്ല പനി പിടിച്ചേക്കും എന്നൊക്കെ പറയാണേ. അപ്പോൾ യമന് പറയും, എൻ്റെ അമ്മേ അതൊക്കെ വിട്, ഇപ്പം എൻ്റെ അമ്മയെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ സുന്ദരിയാ, ഇപ്പോഴേ അമ്മയെ കണ്ടാൽ ഞങ്ങളുടെ ചേച്ചിയാണെന്നേ തോന്നൂ എന്ന്. അപ്പം കാവേരി പറയും, നിങ്ങളൊക്കെ വലിയ സുന്ദരിമാർ, അല്ലെങ്കിലും എന്നെ കണ്ടാൽ നിങ്ങളുടെ ചേച്ചിയാണെന്നേ തോന്നത്തുള്ളൂ എന്ന് പെട്ടെന്ന് ശാരദമ്മ പറയൂ കേട്ടോ. എന്നിട്ട് 3 പേരും കൂടി ശാരദേനെ കൊണ്ടുപോയി റൂമിലാക്കും. എന്നിട്ട് ആ റൂമ് പുറത്തുനിന്ന് പൂട്ടും കേട്ടോ. അതേസമയം അങ്ങോട്ടേക്ക് നിള കയറി വരുമോ. അപ്പം കാവേരി പറയും, ഇനി ഇവളെ എങ്ങനെയെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്യണം. അപ്പം ഗംഗയും യമുനയും കൂടി പറയും, അതെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം ഇവർ കുളവാക്കും എന്ന് പറഞ്ഞ് നിളേനെ പോയി പിടിക്കും. ഇത് എവിടേക്കാണ് ചേച്ചിയുടെ മോൾ ഓടുന്നേ എന്ന് കാവേരി ചോദിക്കും. ഞാനേ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത്, അതിന് വേണ്ടിയിട്ട് പോവാ എന്ന് പറയും. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കാം, അതിന് മുന്നേ നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യാനുണ്ട്, ബാബാ നിളമോളും ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് 3 പേരും കൂടി നിളേനെയും കൂട്ടിക്കൊണ്ട് മാറിപ്പോവാണേ. അപ്പോൾ റൂമിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശാരദയാണെങ്കിൽ അവിടുത്തെ സജ്ജീകരണമൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കാം. ഒരു ആദ്യരാത്രിക്ക് ഉള്ള തയ്യാറെടുപ്പുകളെല്ലാം അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബെഡിലെല്ലാം മുല്ലപ്പൂകളൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചേക്കുവാണേ. അപ്പോഴേ പെട്ടെന്ന് അരവിന്ദൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ശാരദേനെ അത്ര സുന്ദരിയായിട്ട് കാണുന്ന അരവിന്ദേട്ടന് ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോൾ 2 പേരും ഇങ്ങനെ കണ്ണി നോക്കി നിൽക്കുകയാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും